ADMന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കെ പുലർത്തേണ്ട ജാഗ്രത ഉണ്ടായിട്ടില്ല. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റില്ല എന്ന് മുഖ്യമന്ത്രി. അതേസമയം വിമർശനങ്ങൾ കടുക്കുന്നതിനിടയിൽ CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകുന്നു. ജില്ലാ സെക്രട്ടറിയായി MV ജയരാജൻ തന്നെ തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണല്ലോ. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും PP ദിവ്യക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണെന്ന്. കഴിഞ്ഞ ദിവസമാണ് ഈ മറുപടി പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ഇതിലാണ് ഈ PP ദിവ്യക്കെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉയർത്തിയത്. PP ദിവ്യയ്ക്ക് ജാഗ്രത കുറവുണ്ടായി എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കെ പുലർത്തേണ്ട ജാഗ്രത ഉണ്ടായില്ല. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റില്ലെന്നും എല്ലാ തലങ്ങളും പരിശോധിച്ച ശേഷമാണ് നടപടി സ്വീകരിച്ചത് എന്നും ആണ് പിണറായി വിജയൻ പറഞ്ഞത്. മാത്രമല്ല, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരുമെന്ന ആധ്യാത്മിക രാമായണത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ പിണറായി വിജയൻ PP ദിവ്യക്കെതിരായ നടപടിയുടെ കാര്യങ്ങൾ ഇന്നലെ വിശദീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, പല വിഷയങ്ങളിലും രൂക്ഷമായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം MV ജയരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മലക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യവും നമ്മൾ കണ്ടു. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ ADMന്റെ യാത്രയപ്പ് യോഗത്തിൽ PP ദിവ്യ നടത്തിയ അവസാനത്തെ പരാമർശമാണ് ADMന്റെ ആത്മഹത്യക്ക് കാരണമായെന്നൊരു കാര്യം വാർത്താ സമ്മേളനത്തിൽ MV ജയരാജൻ പറഞ്ഞിരുന്നു. എന്നാൽ അത് വലിയ വിമർശനങ്ങൾ ഉയരുകയും വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ തനിക്ക് പറ്റിയൊരു തൻ്റെ വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നൊരു വിശദീകരണവുമായി MV ജയരാജൻ രംഗത്ത് വരുന്നൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു. ഏതായാലും പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ പുരോഗമിച്ച് ഇന്ന് പുതിയ ജില്ലാ കമ്മിറ്റി നിലവിൽ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൂടാതെ ഈ MV ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം പ്രായത്തിൻ്റെ ഒരു ഘടകം അദ്ദേഹത്തിന് അനുകൂലമാണ്. 75 വയസ്സാണ് ഈ പ്രായപരിധി പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ 69 വയസ്സുള്ള MV ജയരാജന് ഒരു തവണ കൂടി ജില്ലാ സെക്രട്ടറിയായി തുടരാനുള്ള അവസരമുണ്ട്. മറ്റൊന്ന്, ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചർച്ചകളിൽ മേൽ P ജയരാജനും ഉണ്ടായതായി വിവരം പുറത്തു വരുന്നുണ്ട്. മനു തോമസ് വിഷയത്തിൽ P ജയരാജനെതിരെയാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. ജയരാജന്റെ രീതികളെ വിമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു മറുപടി ഉണ്ടായത്. ജയരാജൻ നടത്തിയ പ്രതികരണങ്ങൾ സംസ്ഥാന കമ്മിറ്റി വിശദീകരണം തേടിയിരുന്നു. അതിൽ മറുപടി നൽകിയിട്ടുണ്ട്. ജയരാജന്റെ മറുപടി ചർച്ച ചെയ്യാനുണ്ടെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതായത് ഈ മനു തോമസ് എന്ന് പറയുന്ന DYFയുടെ നേതാവ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും തുടർന്ന് സ്വയം രാജിവെച്ചൊഴിയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ P ജയരാജനും അതുപോലെ തന്നെ മനു തോമസ് അടക്കമുള്ള ഈ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പോർവിളി നടത്തുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഈ P ജയരാജൻ്റെ മറുപടിയെ ചില സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതൊക്കെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ചർച്ചകൾ പുരോഗമിച്ച് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ തന്നെ യോഗങ്ങളെല്ലാം പൂർത്തിയാകും. അത് MV ജയരാജൻ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി വരാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. വിനോദ്, തീർച്ചയായും കണ്ണൂരിലാണ് CPM ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുന്നത്. MV ജയരാജൻ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി തുടരാനുള്ള സാധ്യതയുണ്ട്. അതിനിടെ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.